Hello dear friends, welcome to Sindhus Food Stories. Friends, ഇന്ന് ഞാനിവിടെ ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി മാംഗോ ഐസ്ക്രീമാണിത്. അതിനായി ഞാനിവിടെ നന്നായി പഴുത്ത വലിയൊരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ മാങ്ങയിൽ ഒട്ടും നാര് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ മാങ്ങയിലെ സ്കിന്നെല്ലാം മാറ്റി ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാംഗോ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ കോൺഫ്ലോർ പൗഡർ, അതോടൊപ്പം 400 ml ഫുൾ ഫാറ്റ് മിൽക്ക്, റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ പാലെടുത്ത് ഈ കോൺഫ്ലോർ പൗഡർ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിനായുള്ള ക്രീമി മിക്സ്ചർ തയ്യാറാക്കാം. അതിനായി ഈ പാല് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നന്നായി തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കാനായി ഗ്യാസിൽ വെക്കുക. പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് തിളപ്പിക്കാൻ പാടുള്ളൂ. കാരണം കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് നല്ല ക്രീമിയായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ഇതിൽ ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ മാംഗോ അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഫ്ലേവറിനായി ഒന്നും ചേർക്കുന്നില്ല ഇതിൽ. കാരണം മാംഗോ ഐസ്ക്രീം ആയതുകൊണ്ട് മാംഗോയുടെ തന്നെ ഫ്ലേവറാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ച് അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായി മാറ്റി വെക്കുക. അങ്ങനെ അതൊന്നും കൂടി ഇരുന്ന് നല്ല തിക്കാവുന്നതാണ്. പാല് തിളച്ച് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വെക്കാം. പാലും കോൺഫ്ലോറും കൂടെയുള്ള മിക്സ് നമ്മൾ നന്നായി തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈ മാംഗോ പീസസ് ഫൈനായി നമുക്ക് അരച്ചെടുക്കാം. മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സ് നന്നായി തണുത്ത് അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ചൂട് മിക്സിൽ ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് ഈ മാംഗോ അരച്ചെടുത്തത് നമുക്ക് ഈ ക്രീമി മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് മധുരം നോക്കാം. എനിക്കിവിടെ അല്പം കുറവാണ്. ഞാൻ 1 ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. മിക്സ് നമ്മളിവിടെ നന്നായി അടിച്ചെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മിക്സ് ഒത്തിരി കട്ടിയായി പോവുകയാണെങ്കിൽ അല്പം പാല് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അടിച്ചെടുത്ത മിക്സ് ഞാനിവിടെ ബൗളിലേക്ക് മാറ്റിയിരുന്നു. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് എല്ലാം ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നന്നായി ഒന്ന് തട്ടിക്കൊടുക്കുക. പിന്നീട് ഇത് അടച്ചു വെച്ച് 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം നമ്മളിത് മിക്സ് ഒഴിച്ചു വെക്കാനായി. 2 മണിക്കൂറിന് ശേഷം നമുക്ക് കണ്ടെയ്നർ എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ഈ മിക്സ് 1 മിനിറ്റ് നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. ഐസ്ക്രീം നല്ല ക്രീമി ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അടിച്ചെടുത്ത മിക്സ് നമ്മൾ വീണ്ടും സെയിം കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്കൊരു ഫോയിൽ പേപ്പർ എടുത്ത് ഇത് നന്നായി കവർ ചെയ്ത് വെക്കാം. ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ക്ലിംഗ് ഫിലിം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായി അടച്ചു വെക്കാം. നമുക്കിത് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. 8 മണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഐസ്ക്രീം സ്കൂപ്പറില്ല. ഞാനൊരു മെഷറിംഗ് കപ്പ് കൊണ്ടാണ് ഐസ്ക്രീം എടുക്കുന്നത്. നല്ല ക്രീമി ആൻഡ് ഈസി മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ മാംഗോ ഐസ്ക്രീം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റായി വരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്